കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള ഭൂമികൾ ദേശീയപാത വികസനത്തിന് ഏറ്റെടുത്തതിന്റെ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുന്നതിൽ നഗരഭരണ നേതൃത്വത്തിന് വൻ വീഴ്ച സംഭവിച്ചതായി നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ ആരോപിച്ചു. നഗരസഭയ്ക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയ LDF ഭരണ നേതൃത്വം ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണമെന്നും CS ഭാഷ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള ഭൂമികൾ ദേശീയപാത വികസനത്തിന് ഏറ്റെടുത്തതിന്റെ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുന്നതിൽ നഗരസഭാ ഭരണ നേതൃത്വത്തിന് വൻ വീഴ്ച സംഭവിച്ചതായി നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ ആരോപിച്ചു. പല പ്രദേശങ്ങളും നാഷണൽ ഹൈവേയുടെ വികസനത്തിന് ഏറ്റെടുത്ത വകയിൽ ₹1 പോലും നഷ്ടപരിഹാരമായി മേടിക്കുന്നതിൽ നഗരസഭാ ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥന്മാരും അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. കുറ്റുകുളങ്ങരയിലുണ്ടായിരുന്ന ആയുർവേദ ആശുപത്രി കെട്ടിടത്തിൻ്റെ 70% പൊളിച്ചു മാറ്റപ്പെട്ടു. ഏതാണ്ട് 65 ലക്ഷത്തോളം രൂപ നഗരസഭയ്ക്ക് നഷ്ടമാണ്. ആ രൂപയെ സംബന്ധിച്ച് പോലും ഒരു ചർച്ചയില്ല. പ്രിയങ്കരനായിരുന്ന നമ്മുടെ മുൻ MLA ശ്രീ തച്ചടി പ്രഭാകരൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകമായ ഒരു ഓഡിറ്റോറിയം പണിയുന്നതിന് വേണ്ടി ചിറക്കടവത്ത് പൊന്നും വിലയ്ക്ക് നഗരസഭ ഏറ്റെടുത്ത സ്ഥലം, ആ സ്ഥലത്തിൻ്റെ മുൻവശത്ത് 2 കൊല്ലത്തിന് മുൻപ് 6 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഗേറ്റും മതിലും ഉൾപ്പെടെ അവിടുത്തെ സ്ഥലങ്ങളും നാഷണൽ ഹൈവേയുടെ വികസനത്തിന് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാർ അക്വയർ ചെയ്ത് കൊണ്ടുപോയി. ₹1 നഷ്ടപരിഹാരമായി ലഭിച്ചിട്ടില്ല. കല്ലമ്മൂട് ജംഗ്ഷനിലുണ്ടായിരുന്ന 5 മുറി കടകൾ, ആ കടകൾ പൊളിച്ചു മാറ്റപ്പെട്ടു. 5 മുറി കടകളും പൊളിച്ചു മാറ്റപ്പെട്ടു. ₹1 നഷ്ടപരിഹാരമായി നഗരസഭയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കൃഷ്ണപുരത്തുള്ള അതിർത്തിച്ചിറ എന്ന് പറയുന്ന ആ ചിറ കൃഷ്ണപുരം വില്ലേജിൻ്റെ BTR പ്രകാരം 4 ഏക്കർ 17 സെൻറ്റ് എന്ന് പറയുന്നത് പുറമ്പോക്ക് ഭൂമി, റവന്യൂ പുറമ്പോക്ക് ഭൂമി മുനിസിപ്പൽ ആക്ട് പ്രകാരം നഗരസഭയുടെ വകയായിരുന്നു. CK സദാശിവൻ MLA ആയിരുന്നപ്പോൾ അവിടെ സാംസ്കാരിക നിലയം പണിയുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പിന് ആ കെട്ടിടം നിർമ്മിക്കാനുള്ള അവകാശം വിട്ടുകൊടുത്തു എന്നുള്ളതല്ലാതെ അത് സംബന്ധിച്ച ഇപ്പോഴും ഉടമസ്ഥാവകാശം നഗരസഭയ്ക്കാണ്. ആ നഗരസഭയുടെ അധികാര പരിധിയിലുള്ള 2 ഏക്കറോളം ഭൂമി ഈ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് അവർ ഏറ്റെടുത്തു. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് കുറ്റുകുളങ്ങരയിൽ നഗരസഭ നിർമ്മിച്ച ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ ഏറിയ പങ്കും ദേശീയപാത വികസനത്തിനായി പൊളിച്ചു മാറ്റിയിരുന്നു. ആ കെട്ടിടത്തിന്റെ നഷ്ടപരിഹാരം വാങ്ങിയെടുത്തിട്ടില്ല. ചിറക്കടവത്ത് തച്ചടി പ്രഭാകരൻ സ്മാരക ടൗൺ ഹാൾ നിർമ്മിക്കാൻ നഗരസഭ പൊന്നും വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്ത് 3 വർഷത്തിനു മുമ്പ് നിർമ്മിച്ച ഗേറ്റും മതിലും വസ്തുവും ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്ത് പൊളിച്ചു നീക്കി. ഇതിനും നഷ്ടപരിഹാരം വാങ്ങിയിട്ടില്ല. കായംകുളം കല്ലുമൂട് ജംഗ്ഷനിലുണ്ടായിരുന്ന 4 കടമുറികൾ പൊളിച്ചു മാറ്റിയതിനും നഷ്ടപരിഹാരം വാങ്ങിയെടുത്തില്ല. ഇതിനെല്ലാം ഉപരി കൃഷ്ണപുരം അതിർത്തിച്ചിറ കൃഷ്ണപുരം വില്ലേജ് BTR പ്രകാരം നഗരസഭാ പുറമ്പോക്ക് ഭൂമിയാണ്. നഗരസഭാ ചട്ടപ്രകാരം നഗരസഭാ അതിർത്തിയിലുള്ള റവന്യൂ പുറമ്പോക്ക് ഭൂമി നഗരസഭയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഇവിടെ കെട്ടിടം നിർമ്മിക്കാൻ മാത്രമാണ് സാംസ്കാരിക വകുപ്പിന് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഭൂമിയുടെ അവകാശം നഗരസഭയ്ക്കായതിനാൽ ഏതാണ്ട് 2 ഏക്കറോളം ഭൂമിയാണ് ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്തത്. ഇതിന്റെ നഷ്ടപരിഹാര തുക വാങ്ങിയെടുക്കാൻ നഗരസഭാ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയ LDF ഭരണ നേതൃത്വം ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാജിവെച്ചൊഴിയണമെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.